പ്രൊഫസർ ജോസഫ് സാറിന്റെ കൈയും കാലും വെട്ടിയപ്പോൾ അന്ന് ക്രിസ്തീയ സഭ മൗനം പാലിച്ചു എന്നുള്ളത് ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തെ കാണാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധിപ്പിച്ചു എന്നുള്ളതും വളരെ ചിന്തനീയമായ കാര്യമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ മുസ്തഫ കാണിച്ചത് ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അവരുടെ തന്നെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഖുറാനിൽ ബൈബിളിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് തിരുത്തിയതാണ് എന്നൊക്കെ സാധാരണഗതിയിൽ ചില മുസ്ലിം സഹോദരങ്ങൾ പറയാറുണ്ട്. അതിനവര് അറാഫ എന്നുള്ളൊരു പദമൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളത് തിരുത്തി കൈകടത്തി എന്നൊക്കെ. ദൈവം തന്നിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ, ദൈവം പരിപാലിക്കുന്ന ഒരു ഗ്രന്ഥത്തെ മനുഷ്യൻ എങ്ങനെ കൈകടത്താൻ കഴിയും? അപ്പൊ ദൈവത്തിന്റെ പരമാധികാരവും ദൈവത്തിന്റെ ആത്യന്ത ശക്തിയും ഒക്കെ മനുഷ്യന്റെ ശക്തിയെക്കാളും കൈകടത്തലിന് പ്രേരണ കൊടുക്കുന്നതാണോ എന്നുള്ള ചോദ്യമൊക്കെ നമ്മൾ ഉന്നയിക്കാവുന്നതാണ്. എങ്കിലും അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സൂറ മറിയം അതിന്റെ 12-ാമത്തെ ആയത്തൊന്ന് വായിക്കുകയാണ്. മലയാളത്തിലാണ് വായിക്കുന്നത്. ഓ യഹിയ, വേദപുസ്തകം കരുത്തോടെ മുറുകെ പിടിച്ചുകൊള്ളുക. വേദപുസ്തകം കരുത്തോടെ മുറുകെ പിടിച്ചുകൊള്ളുക. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് തഫീമുൽ ഖുറാന്റെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പരിഭാഷയാണ്. തഫീമുൽ ഖുറാന്റെ പരിഭാഷയാണ്. അപ്പൊ അവിടെ വേദപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളെയാണ്. യഹൂദന്മാർ തനാക്ക് എന്ന് വിളിക്കുന്ന തോറ, നാബീം, കെത്തൂബ്യം എന്ന് യഹൂദന്മാർ വിളിക്കുകയും നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ ഭാഗമായി കാണുന്ന പഴയ നിയമം എന്ന് പറയുകയും മുസ്ലിം സമൂഹം അതിനെ, അല്ലെങ്കിൽ ഖുറാനികമായിട്ട് അതിനെ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. അപ്പൊ ഇതിനകത്ത് എവിടെല്ലാം യഹിയ നബിയെ കുറിച്ചോ മൂസ നബിയെ കുറിച്ചോ, അതൊന്നും ബൈബിളിലെ കഥാപാത്രങ്ങളല്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമ്മൾ അങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഈസാ മസിഹിയെ കുറിച്ചോ ഒക്കെ പറയുന്ന സമയത്ത്, മറിയമ്മിനോട് പറയുന്ന സന്ദർഭത്തിലും ഒക്കെ വേദത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ വേദം വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ്. അപ്പൊ ആ വേദപുസ്തകത്തെ, ബൈബിളിനെ വളരെ കൃത്യമായി കരുതലോടെ കാത്തുകൊള്ളണം, മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് ഖുറാൻ തന്നെ ഖുറാന്റെ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ ബൈബിളിനെ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മതത്തോട്, സ്വന്തം ദൈവത്തോട്, ആ ദൈവം ആരെന്നുള്ളതൊക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ പോട്ടെ. എങ്കിലും അവർ വിശ്വസിക്കുന്ന ദൈവസങ്കല്പത്തെ അവർ തന്നെ ഇകഴ്ത്തുകയും ആ ദൈവത്തെ ചവിട്ടി മെതിക്കുകയും അവരുടെ ദൈവത്തിന്റെ വാക്കുകളെ അവർ ഹനിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഇത് എവിടേക്കാണ് കൊണ്ട് എത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ശരീഅത്തിലോ കേരളത്തിൽ നടപ്പിലായാൽ എങ്ങനെയായിരിക്കും മറ്റുള്ളവരോട് പെരുമാറേണ്ടെന്ന്, മറ്റു മതസ്ഥർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടും കൂടിയാണ്. ഒരു ടെസ്റ്റ് ഡോസ് അല്ലേ? ഒരു ടെസ്റ്റ് ഡോസ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില പതിറ്റാണ്ടിന് മുമ്പ് ഇവിടെ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നടന്നു. അന്ന് ക്രൈസ്തവ സഭ മൗനം പാലിക്കുക മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് പരിരക്ഷ കൂടെ കൊടുത്തു. അവരെ ഇലക്ഷനിൽ ജയിപ്പിക്കാനും പോലും ക്രൈസ്തവ സഭ മുന്നിട്ടിറങ്ങി എന്നുള്ളതും കൂടെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് പല പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ ഈ കാര്യത്തിൽ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പല പ്രൊസഷനും കാര്യങ്ങളൊക്കെ ഇതിനോട് ഇടയ്ക്ക് പല ക്രിസ്തീയ സംഘടനകൾ നടത്താനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ അതിനേക്കാളും നമ്മൾ കുറച്ചും കൂടെ ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. അതായത്, എന്തുകൊണ്ടാണ് ബൈബിൾ കത്തിക്കാനായിട്ട് മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് സാധിക്കുന്നത്? അതിനൊരു കാരണം, ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കൽ പോലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർക്ക് കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, ജോൺ 3:16 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം മുസ്തഫയെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനായ ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തിന് വൈരുദ്ധ്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ പൈശാചികന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ തങ്ങളിൽ വ്യാപരിക്കുന്ന ആ ആത്മാവ്, പൈശാചിക ആത്മാവാണ് ദൈവ സ്നേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന, മനുഷ്യന് ജ്ഞാനവും വിവേകവും ബുദ്ധിയും പകർന്നു കൊടുക്കുന്ന ദൈവവചനമായ വിശുദ്ധ ബൈബിളിനെ വെറുക്കുവാനും കത്തിക്കുവാനും ഒക്കെ പ്രേരണ കൊടുക്കുന്നതെന്നുള്ളത് കൂടെ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്.